അല്ല ഇജെന്താ ഈ കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ താടിക്കും കയ്യുത്തിട്ടിരിക്കണത്? അന്നോടല്ല ഞാൻ ഈ സംസാരിക്കണത്, ഇതൊന്നും കേക്കണില്ലേ? നിങ്ങളോട് ഞാൻ മലയാളത്തിൽ പറഞ്ഞ ഞാൻ ഓളെ തല്ലിയിട്ടില്ല. ഇജ് തല്ലാണ്ടാണ് പിന്നെ ഓൻ കോടാലിയായിട്ട് എന്റെ കാലം ഒത്താറങ്ങണത് ആണോ? ഓനോട് ഇങ്ങോട്ട് വരാൻ പറയും, ഞാൻ പറഞ്ഞു കൊടുക്ക എന്താ ഉണ്ടായതെന്ന്. എന്താ ഇജ്ജ് പറയണ രസ്യ? ഓന്റെ സ്വഭാവം എനിക്കറിയോ? ഇജ്ജ് ആരോട് ഈ പറയണേ? ഓന്റെ സ്വഭാവം എന്തായാലും എനിക്ക് എന്താണെന്ന്. തന്നെയാണ് എന്റെ സ്വഭാവം. അനക്കൊന്നുമില്ല. അനക്ക് എന്റെ ഈ എന്താ പറയാ വാ പോയ കോടാലിമാരിയാണ്. കോടാലി എന്ന് പറയുമ്പോ പേടിയാവണ്. എന്റെ സ്വഭാവം ഇതാണ്. ഇജ്ജ് ഇന്നോട് ആ ജാതി ചാട്ടം ചാരണമാതിരി നാട്ടുകാരുടെ അടുത്ത് കാട്ടിയാണ്ടല്ലോ കാലല്ല കൈത്തങ്ങോട്ട് പോവും. പിന്നെ കൈത്തങ്ങോട്ട് പോവാണ്. ഓൻ വരുമ്പോ ഞാൻ അങ്ങോട്ട് പറയൂ ഓളെ ഞാൻ തച്ചിട്ടൊന്നും ഇല്ല, ഓൾ ഇന്റെ ചിട്ടി പൈസ എടുത്തിട്ട് പോയി, എന്നിട്ട് ഓളത് അടച്ചാ ഇല്ല. അപ്പൊ ഓളോട് ഞാൻ അത് ചോദിക്കുമ്പോ ഓളത് അങ്ങനെ ഉറഞ്ഞു വരുന്നു. ഒരൊറ്റ തട്ട കൊടുത്ത്. അതെ, എന്റെ ഈ കഥ കേൾക്കാൻ ഓനിക്ക് നേരം ഉണ്ടാവൂല. ഓൻ പെണ്ണുങ്ങളൊന്നും ചെയ്യൂല. അതിന് പകരം എന്താ ചെയ്യേണ്ടോ? എന്റെ അടുത്ത കാലിന് പകരവും ഇന്റെ അടുത്ത കാലിന് പകരവും എന്റെ രണ്ട് കാലും അങ്ങോട്ട് കളയൂ. അപ്പൊ എനിക്ക് സമാനാവോ? എന്നിട്ട് ഞാൻ അങ്ങനെ അഴിഞ്ഞിട്ട് തവളയുടെ മാറ്റി ഇങ്ങനെ നടക്കും. അതെനിക്ക് കാണാം കേട്ടോ. ആ ജോസുട്ടി പറഞ്ഞപ്പോ എന്റെ നെഞ്ച് പറിച്ച്. ആ ജാതി കഥയാണ് അവൻ പറഞ്ഞത്. ഒരുത്തന്റെ കാല് കൊത്തിയ കഥ. 2 കൊല്ലം ജയിലിൽ കിടന്നിട്ടാണ് അവൻ ഇപ്പൊ വന്നേക്കണത്. ഇപ്പൊ അടുത്ത കാലിൽ ഇനി അവന്റെ എന്റെ കാലാണ് അവന്റെ ഉന്നോ. അത് അയ്യ കാരനാണ്, എന്റെ നാക്ക് കാരനാണ്. ഞാൻ കാരണം ഇങ്ങടെ കാല് പോണ്ട, ഞാൻ പോയിട്ട് ഓനോട് പറയാ. ഇജ്ജ് പോയിട്ട് ഓനോട് പറയേ? എന്താ നമുക്ക് ഇജ്ജ് പറയണേ? അനക്ക് ഓന്റെ സ്വഭാവം വല്ല അറിയോ? ഈ കണ്ണി കണ്ട ആണുങ്ങളുടെ അടുത്ത് പോയിട്ട് ഇജ്ജ് സംസാരിക്കേ? അല്ല ഇജ്ജ് സംസാരിക്കുക. എനിക്ക് അത്ര ബോധമുള്ളോ? എനിക്ക് അത്ര ബോധമുള്ളൂ. ഇജ്ജ് പോയി സംസാരിക്കും ഓനോട്. പിന്നിപ്പൊ ഞാനെന്ത് വേണോ? എനിക്കറിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വീടൊക്കെ പൂട്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരിക്കാം. വീട് പൂട്ടിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഇരിക്കുക, പിന്നെ ഒന്നും തിന്നണ്ടേ? പണിക്ക് പോവാണ്ട് ഇവിടെ കയറി കുത്തിരിക്കേ? എന്നാ ഇവിടെ ഇരിക്കണ്ട. വല്ല ഹിമാലയത്തിൽ പോയിട്ട് അവിടുത്തെ വല്ല ഗുഹയിൽ പോയിട്ട് ഇരിക്കാം നമുക്ക് രണ്ടാൾക്കും തപസ്സിന്. ഓരോ പണി കാണിച്ചു വെച്ചിട്ട് എന്തിനാണ് പോളങ്ങോട്ട് തല്ലാൻ അങ്ങോട്ട് പോയത്? അനക്കൊരു ഒതുക്കൊക്കെ വേണ്ടേ? നാക്ക് ശരിയല്ല തന്നെ. ഈ ജാതി സ്വഭാവം കാരനാണ് ഇങ്ങനത്തെ ഓരോ ഹാലാക്കലൊക്കെ ഇടക്കറുണ്ടാവണേ. ഇതൊക്കെ കാട്ടിക്കൂട്ടുന്ന പണികൾ അതൊക്കെ. അന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, എന്തൊരു ഇത് വന്നു കഴിഞ്ഞാൽ ആട്ടക്കം പ്രാപിക്കും. ഒന്ന് ആട്ടക്കൊതുക്കത്തിന് പെണ്ണുങ്ങളുടെ മാതിരി മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കുന്നു. ഇത് വരാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇത് എന്തങ്ങോട്ട് ഉണ്ടായാലും അപ്പം കിട്ടിച്ച് കയറി അങ്ങോട്ട് തുള്ളു. എത്ര നേരം ഈ മരീക്ക് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു? അവള് കേക്കട്ടെ, അവള് കേൾക്കണല്ലോ. അവളെ സ്വഭാവം ശരിയില്ലാത്തോണ്ടാണ് കുഴപ്പം മുഴുവൻ ഉണ്ടായത്. പെരുമാറ്റാനെ കണ്ടു കഴിഞ്ഞാൽ ചെവിക്കല്ലിന് ചെളുക്കം വെളുക്കാന്ന് കൊടുക്കണം ആ ശ്രീകരത്തിന്. ഏട്ടാ, നമ്മളിപ്പോ എന്താ ചെയ്യാ? നമ്മളെന്താ ചെയ്യണെന്ന് നമുക്ക് അവരെ ഒന്ന് പോയി ആശ്വസിപ്പിക്കാം. എന്താ ചെയ്യാൻ പറ്റിയെന്നൊന്ന് ആലോചിക്കാം. കാല് കൊത്താൻ വരണോന്നോട് എന്താ ആശ്വസിപ്പിക്കാനാണ് നീ പറയണത്? ജോസൂട്ടി പറഞ്ഞു കേട്ടിട്ട് ഞാൻ ആകെ തരിച്ചുപോയി. എന്താ? അല്ല, ഈ ശ്രീധരൻ കടയിൽ വന്നു. കടയിൽ വന്നിട്ട് ആകെ കൊലവിളി നടത്തിയിട്ടാണ് ഇത്ര പോയിട്ടുള്ളത്. അയ്യോ, കടയിൽ വന്നെങ്കിൽ എന്തായാലും അയാൾ ഇവിടെ വരത്തില്ലേ? പിന്നെ വരില്ലേ? ഉറപ്പായിട്ടും വരും. ഞാൻ അവരോട് പറഞ്ഞതാണ്, നീ വീട്ടിൽ പോയിട്ട് വെറുതെ നീ ബഹളത്തിനൊന്നും ഉണ്ടാക്കരുത്, പുറത്തേക്ക് പോകണ്ട, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കുന്നു പറഞ്ഞു വിട്ടതാണ്. എന്നിട്ടാണ് ഇപ്പം ബഹളം ഉണ്ടാക്കണത്. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് ദൊരയിളയിൽ വിളിച്ചിട്ടേ ഇവരെ കോയമ്പത്തൂർക്ക് പാക്ക് ചെയ്താലോ? വെറുതെ വേസ്റ്റ് കാര്യങ്ങൾ സംസാരിക്കല്ലേ. എന്ത് പറഞ്ഞാലും ഇങ്ങനെ വേണ്ട വേണ്ട പറഞ്ഞ എങ്ങനെയടി? അല്ല, എനിക്ക് തോന്നണ റസിയയുടെ ബന്ധുക്കളെ വിളിച്ച് അവരാരെങ്കിലും വന്ന് കൊണ്ടുപോകത്തില്ലേ? എന്താ പറയാ, എനിക്കറിഞ്ഞൂടാ. അതാ നിന്നല്ലോ, ഇപ്പൊ നിന്ന്. ഏട്ടാ, നമുക്കൊന്ന് പോയി നോക്കാം. പോയി നോക്കാം, വന്നേങ്ങോട്ടെ. നിങ്ങളൊന്ന് സമാധാനായിട്ട് ഇരിക്കി. വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് വിൽക്കും വരും. കാര്യമിട്ട് പറഞ്ഞാൽ മനസ്സിലാവില്ല. അല്ല, ഞാൻ നിങ്ങളോട് കാര്യം പറയുമ്പോൾ എന്താണ് ഈ താടിക്ക് കൈയും കൊടുത്തിരിക്കണേ? ദേ ഇങ്ങോട്ട് നോക്ക്, ഞാൻ പരിഹരിച്ചോളാം. ഓൻ ഇങ്ങോട്ട് വരട്ടെ. വരുമ്പോൾ ഞാൻ ഓനോട് ചോദിക്കൂ, ഡേ ശ്രീധര, അനക്ക് കായ് വേണോ കാല് വേണോന്ന്? കായ് വേണ്ടാന്ന് വെക്കുന്ന ഗുണ്ടകളൊന്നും ഇല്ല. കായ് എടുത്ത് ഒതുക്കും ഞാനത്. എന്തൊരു ബഹളാണ് ഇവിടെ? അതെ, ഇതെന്താ സംഭവം? വാസുട്ടേട്ടാ, ഞാൻ ഓളെ തല്ലിയിട്ടില്ലാന്ന്. ശബ്ദം പുറത്തേക്ക് കേൾക്കേണ്ടത് പതുക്കെ പറഞ്ഞ വീടിന്റെ ഉള്ളിൽ രണ്ടാളേ ഉള്ളൂ. ഞാൻ ഓളെ തല്ലിയിട്ടില്ല, അതന്നെ. എന്താ
നീ തല്ലിയില്ലേ? ഇല്ല, ഓൾ എന്റെ മുഖത്തൊക്കെ എടുത്ത് അങ്ങനെ ചൂണ്ടി. അപ്പൊ ഞാൻ തട്ടി മാറ്റി. അതന്നെ. ആ മാറ്റി അതൊക്കെ മതിയല്ലോ. പക്ഷെ ആൾക്കാർ പറയണത് തല്ലിന്നാണ്. അത് ഓളയ്ക്ക് പൈസ തരാനുണ്ട്. അത് മറക്കാൻ വേണ്ടിട്ട് ഓള് കള്ളം പറയണതാണ്. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ നാട്ടുകാർ ആകെ പറയണത് നീ അടിച്ചു എന്നാണ്. വാസുറ്റേ ഓന്റെ കാല് കൊത്തു. ഇല്ല, ഓൻ ഇങ്ങോട്ട് വരട്ടെ. ഓൻ വരുമ്പോ ഞാൻ ചോദിക്കൂ കായ് വേണോ കാല് വേണോന്ന്. ഓൻ ഇന്റെ കയ്യിൽ നിന്ന് കായ് മേടിച്ചോർന്ന് പോവും. അന്റെ നാടക ഡയലോഗ് കേൾക്കാതിരിക്കല്ല ഓനവിടെ. ആ കോടാലിയാണോ ഓന്റെ കയ്യില്? ശ്രീധരന് പൈസയുടെ ആവശ്യമില്ല. അവൻ കാല് മതി. അവന് എന്തെങ്കിലും കുഴപ്പം കാട്ടിട്ടുണ്ടെച്ചാ അപ്പൊ കാലാ കൊത്തുക. ഏട്ടാ, നിങ്ങൾ ഇവരെ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. ഈ നാട്ടില് പോലീസൊക്കെ ഇല്ലേ, നമുക്ക് പോലീസിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഇത് അതിലും വലിയ പൊട്ടിയാണ്. പോലീസിലൊക്കെ കേസിന് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം അവർ പിടിച്ചോണ്ട് പോയത് റസിയനാണ്. എന്തിന്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇജ്ജ് എന്ത് തെറ്റാ ചെയ്യാത്ത? ഇജ്ജിപ്പോ ചെയ്തതിനെ വലിയ തെറ്റല്ലേ? ആ കുറി നടത്താനാണെങ്കിൽ ലൈസൻസ് ഉണ്ടോ? ഒരു കുറി നടത്തുമ്പോൾ അതിന് ലൈസൻസ് വേണം. ആ ലൈസൻസ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ലൈസൻസ് ഇല്ലേ? ആ ലൈസൻസ് ആകെ ഒരു ലൈസൻസ് ഉള്ള എന്റെ വീഡിയോക്കാണ്. സ്വന്തമായിട്ട് ലൈസൻസ് ഇല്ലാത്ത കാരണം ഇവിടെ സ്കൂട്ടറും കൂടി എടുക്കാത്തത്. അല്ല, ഈ തുന്നപ്പിടിയൊക്കെ ലൈസൻസ് വേണോ? പിന്നെ ഏത് വീഡിയോക്കാണെങ്കിൽ ലൈസൻസ് വേണ്ടേ? അവൻ ഞാൻ ഇക്ക് ലൈസൻസ് ഒന്നുമില്ല. എനിക്ക് എന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ എന്തിനാ ലൈസൻസ് ഉള്ളത്? നിങ്ങൾ രണ്ടാളും ഇപ്പൊ ലൈസൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. വാസുട്ടേട്ടാ, നിങ്ങൾ എന്തെങ്കിലും ഒരു മാർഗം പറയും. വഴിയൊന്നുമില്ല. എനിക്കറിയണ വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഒരാഴ്ചക്കോ രണ്ടാഴ്ചക്കോ പുറത്തേക്ക് ഇറങ്ങണ്ട, അങ്ങനെ നോക്കുക. തടി വേറെ ഒരു മാർഗവും ഇല്ല. അത് ഞാൻ മൂപ്പരോട് പറഞ്ഞു. അപ്പണ്ട് ബഹളായി വിക്കായി എന്റെ മക്കിട്ട് കയറാ. ഈ കാര്യം പറഞ്ഞത് എന്തിനാ നീ വിൽക്കണ്? പിന്നെ അല്ലാണ്ട് ഞാൻ വിൽക്കാണ്ട് ഓൻ കൊണ്ടുവരനൊക്കെ മേടിച്ചു വെക്ക്. എടാ ചെങ്ങായി, കാല് പോവില്ലേ? എന്താ അതിന്റെ ഗൗരവം എനക്ക് മനസ്സിലാവാത്തത്? ഇപ്പൊ നമ്മടെ ശാന്തല്ലേ? നമ്മടെ ശാന്തയോ? അല്ലടി, ആ കുമ്പിടി ശാന്തയുടെ ഭർത്താവിന്റെ കാല് പോയത് എങ്ങനെയാണ്? എങ്ങനെയാണ്? ഈ ശ്രീധരൻ വെട്ടിയതാണ്. അതിനുശേഷമാണ് അവൾ ഈ പരുവത്തിലായത്. അപ്പൊ അതുകൊണ്ട് പേടിക്കണം. രണ്ടാഴ്ച പുറത്തേക്കേ ഇറങ്ങണ്ട. ഇനി വേറൊരു കാര്യം, ഞങ്ങൾ വീട്ടിൽ ആണുങ്ങളില്ലാത്ത സമയത്താണ് ഈ പറയുന്ന ശ്രീധരൻ വരുന്നത് വെച്ചാൽ, മല്ലികേ, നീ എത്രയും പെട്ടെന്ന് എന്നെ ഫോൺ ചെയ്ത് അറിയിക്കണം. ഞാൻ ഈ പ്രദേശത്തേക്കേ വരില്ല. കാരണം പേടിക്കണേ. കാരണം അവന് പരീക്കുട്ടി വീട്ടിലില്ലെങ്കിൽ അവന് ഏതെങ്കിലും ഒരാളുടെ കാല് കിട്ടിയാൽ മതി, ഇടത്തെ കാല്. അത് പരീക്കുട്ടിയുടെ കാലായാലും കുഴപ്പമില്ല, കൂട്ടുകാരൻ്റെ കാലായാലും കുഴപ്പമില്ല. അല്ല, നിങ്ങളിപ്പോ ഇവരെ പേടിപ്പിക്കാൻ വന്നാണോ? എന്താ നമുക്കിപ്പോ ചെയ്യാൻ പറ്റുക? അത് തീരുമാനിക്കേ. ഇനിയിപ്പോൾ ഇതിൽ തീരുമാനിക്കാനൊന്നുമില്ലാന്ന്. ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ ചെയ്തോ, പുറത്തേക്കേ ഇറങ്ങണ്ട. പിന്നെ നിങ്ങൾ രണ്ടുപേരും ഇനിയുള്ള സമയം നല്ല സന്തോഷത്തോട് കൂടിയിട്ടും സമാധാനത്തോട് കൂടിയിട്ടൊക്കെ കഴിയുക. എപ്പോഴാ കാല് പോകണമെന്നൊന്നും പറയാൻ പറ്റില്ല. അല്ല, പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ഒന്നും വരില്ല നമുക്ക് വിചാരിക്കാം. നമ്മളൊക്കെ ആണുങ്ങളല്ലേ, കൂട്ടുകാരല്ലേ, ഇവിടെ ഉണ്ടല്ലോ കേട്ടോ. സമാധാനമായിട്ടിരിക്കും. എന്നാ വരൂട്ടേ, ഞങ്ങളുണ്ടല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കട്ടോ. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വന്ന ആരോടും പറയണ്ട. നിങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഒതുക്കി തീർക്കുക കേട്ടോ.